ഹായ്, മൂന്നാം പിണറായി വിജയൻ സർക്കാർ വരാൻ സാധ്യതയുണ്ട് എന്ന് പലരും ഇപ്പോൾ അഭിപ്രായം പ്രകടിപ്പിക്കുന്നുണ്ട്. അതൊക്കെ വലിയ വാർത്തകളായി പത്രങ്ങളിൽ വരികയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു സാധ്യതയെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് നോക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ കമ്മിറ്റഡ് ആയിട്ടുള്ള വോട്ട് ബേസ് ഉള്ള പാർട്ടി CPM ആണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ പാർട്ടിയുടെ നേതാവിനോ അല്ലെങ്കിൽ പാർട്ടിക്ക് എന്ത് പ്രതിസന്ധി വന്നാലും വളരെ ശക്തമായിട്ട് ആ പാർട്ടിക്കൊപ്പം നിലയുറപ്പിക്കുന്ന അണികളാണ് ആ പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ നേതാവിനെയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ സമീപകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടിയ ഏറ്റവും ശക്തനായ നേതാവാണ് പിണറായി വിജയൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിനെക്കാളും ഒരുപക്ഷെ ജനകീയതയൊക്കെ കൂടുതലുണ്ടായിരുന്ന മറ്റു പാർട്ടികളിലൊക്കെ സ്വീകാര്യത ഉണ്ടായിരുന്ന നേതാക്കൾ പാർട്ടിക്ക് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഏത് പ്രതിസന്ധിയിലും പാറ പോലെ ഉറച്ചു നിൽക്കുന്ന അണികളെ ഭയങ്കരമായിട്ട് പ്രചോദിപ്പിക്കുന്ന ഒരു നേതാവ് നരേന്ദ്രമോദി BJPക്ക് എന്താണോ അതാണ് പിണറായി വിജയൻ കേരളത്തിലെ CPM എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് ചിലപ്പോൾ പാർട്ടിക്കാരായിട്ടുള്ള പല ആൾക്കാർ അദ്ദേഹത്തിന് സ്തുതിഗീതങ്ങൾ പാടുന്നതിലേക്ക് വരെ പോകുന്നത് കാര്യങ്ങൾ. പിന്നെ മൂന്നാമതായിട്ട് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ അവസ്ഥ കൂടെ നോക്കണം. കോൺഗ്രസ് എന്ന് പറഞ്ഞ കേരളത്തിലെ പാർട്ടി ഒരു ആൾക്കൂട്ടമായിട്ട് അതപ്പതിച്ചിട്ട് കുറെ കാലമായി. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ കോൺഗ്രസ് അങ്ങനെയാണ്. പക്ഷെ അവർക്ക് എല്ലാ കാലത്തും ശക്തരായ നേതാക്കൾ ഇന്ദിരാഗാന്ധി, നെഹ്റുവിനൊക്കെ പോലുള്ള നേതാക്കളെ കാണിച്ചാണ് ഒരു വോട്ട് പിടിച്ചുകൊണ്ടിരുന്നത്. കേരളത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. ഉമ്മൻചാണ്ടി, ആന്റണി, കരുണാകരനെ പോലുള്ള നേതാക്കളെ ആൾക്കൂട്ടത്തെ ഒരുമിപ്പിച്ച് ചേർത്തി വോട്ട് നേടിക്കൊണ്ടിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു നേതാവില്ല കേരളത്തില് കോൺഗ്രസിന്. അവര് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുന്ന ഉറപ്പ് പോലെ ആവുന്നതിന് മുമ്പേ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കടിപിടി കൂടുന്ന ഒരു 3-4 നേതാക്കൾ ആ പാർട്ടിക്കുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ ദീർഘകാല ലക്ഷ്യത്തില് കേരളമുണ്ട്. അപ്പൊ ഇവിടെ വീണ്ടും ഇടതുപക്ഷ അധികാരത്തിൽ വരണം, പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വേണമെന്നാണ് അവരുടെ ആഗ്രഹം. തുടർച്ചയിൽ 2 തവണ അങ്ങനെ വന്നപ്പോൾ തന്നെ BJPക്ക് കേരളത്തിൽ ശക്തി കൂടിയിട്ടുണ്ട്. അപ്പൊ ഈ അടുത്ത ഇലക്ഷനിൽ BJP അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് നേടി അവർ ജയിക്കാൻ ശ്രമിച്ചിട്ട് ബാക്കി സ്ഥലങ്ങളിൽ ഒരുപക്ഷെ CPM ജയിക്കാൻ ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ ഇടതുപക്ഷം ജയിക്കാൻ ആഗ്രഹിച്ചാലും അതിൽ അതിശയിക്കാനൊന്നുമില്ല. പിന്നെ മറ്റൊരു വലിയ കാര്യം ഇനി ഭരണത്തിന്റെ കാര്യമാണ്. ഈ ഭരണത്തിന്റെ കാര്യം എടുക്കുമ്പോൾ പല പോരായ്മകളും ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യത്തിൽ പിണറായി വിജയൻ ഗവൺമെന്റിനോട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ബഹുമാനമുണ്ട്. കാരണം നമ്മൾ കേരളത്തിലെ പല കാര്യങ്ങളിലും നമ്മൾ വളരെ മുൻപന്തിയിൽ വരുമ്പോഴും കേരളത്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ എല്ലാവരും പരാതി പറഞ്ഞ വ്യവസായ സൗഹൃദം അല്ല എന്നായിരുന്നു. പക്ഷെ ഇപ്പോ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാല് ദേശീയ തലത്തിൽ നടക്കുന്ന റാങ്കിങ്ങുകളിൽ വരെ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾക്ക് തുടങ്ങാൻ പറ്റിയ വ്യവസായ അന്തരീക്ഷമുള്ള സ്റ്റേറ്റുകളിൽ ഒന്നായിട്ട് കേരളത്തിനെ ഈ ഇടയ്ക്ക് തെരഞ്ഞെടുത്തിരുന്നു. അതുപോലെ ഏറ്റവും വ്യവസായ സൗഹൃദമായ സ്റ്റേറ്റുകളെ റാങ്ക് ചെയ്യുന്ന കേന്ദ്ര ഗവൺമെന്റ് റാങ്കിങ് ഉണ്ട്. അതിന് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് എന്ന് പറയും. ആ റാങ്കിങ്ങിൽ കേരളം ഇപ്പൊ 1-ാം സ്ഥാനത്ത് വന്നു. ആന്ധ്രാപ്രദേശിനൊപ്പം 1-ാം സ്ഥാനത്താണ് കേരളം. അപ്പൊ കേരളത്തിന് വ്യവസായ സൗഹൃദമാക്കുന്നതിൽ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ പിണറായി വിജയൻ ഗവൺമെന്റ് നല്ല ഒരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുമ്പ് അങ്ങനെ അല്ലായിരുന്നു, ഏറ്റവും പിന്നോക്കമായിരുന്നു. ഈ ഒറ്റ കാര്യത്തിന്റെ പേരിൽ ഭരണത്തിൽ ഞാൻ പിണറായി വിജയൻ ഗവൺമെന്റില് നല്ലൊരു റാങ്കിങ് കൊടുക്കും. അപ്പൊ പിണറായി വിജയൻ സർക്കാർ തിരിച്ചു വരാനുള്ള സകല സാധ്യത ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം.